ഓക്കെ ടീച്ചേഴ്സ്, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ടീച്ചേഴ്സിന്റെ വർക്ക് ഒന്ന് നോക്കാമേ. വന്നത് ശ്രുതി ടീച്ചർ പീകോക്കിനെയൊക്കെ റെഡിയാക്കി വിട്ടിരിക്കുകയാണ്. വെരി ഗുഡ്. കാറ് വന്നു, മാംഗോ ഉണ്ട്. ഇതൊക്കെ ജെമിനിയിൽ ചെയ്യാൻ പറ്റുമോ? ലേറ്റായി കയറിയത് കൊണ്ട് ഒന്നും കത്തിക്കാൻ ടീച്ചറെ. ലേറ്റായിട്ട് വരരുത്, ക്ലാസ്സിൽ നേരത്തെ വരണം. വളരെ സിമ്പിളാണ്. നമ്മൾ ജെമിനിയിൽ നമുക്കിതൊക്കെ ചെയ്യാം. പിന്നെ ജെമിനിയിൽ അത്ര രസകരമല്ല. നമുക്ക് ഒരെണ്ണം ജെമിനിയിൽ ചെയ്തൊന്ന് കാണിക്കാം. ആ ടീച്ചറിന് വേണ്ടി നമുക്ക് ഒരെണ്ണം ജെമിനിയിൽ ചെയ്ത് കാണിക്കാം. ജെമിനിയിൽ നമുക്ക് ഇതിന്റെ മലയാളം വെർഷൻ ഒന്ന് ചെയ്തു നോക്കാം. വിസ്തൃത ഫോട്ടോ ഇട്ട് എനിക്ക് വയ്യ. അടിപൊളിയായിട്ടല്ലേ ചെയ്യണം. ഇനി എന്ത് വേണം? നമുക്ക് മലയാളത്തിൽ ഒരെണ്ണം ജെമിനിയെ കൊണ്ട് ചെയ്യിക്കാം. ഇതിനകത്ത് ജെമിനിയെ ഓപ്പൺ ആക്കിയിട്ട് ക്രിയേറ്റ് ഇമേജ് ഒന്ന് ഓൺ ആക്കിയിട്ടേക്കണേ. അപ്പോൾ ക്രിയേറ്റ് ഇമേജ് ഓൺ ആക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കുറേ ഈ കാണുന്നതിൽ ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ജെമിനി നമുക്ക് എടുക്കാം. ജെമിനിയിൽ ഇപ്പോൾ ഈ കാണുന്ന ഓൾഡ് കാർട്ടൂൺ സ്റ്റൈല് ഏതെങ്കിലും നമുക്കൊരു ഫോർമാറ്റ് കാണിക്കുക. അതിൽ ഈ ടെക്നിക് കളർ എന്ന് പറഞ്ഞാൽ അതൊന്ന് നോക്കാം. ടെക്നിക് കളർ. അപ്പോൾ ഇതാണ് എൻ്റെ പ്രോംപ്റ്റ്. ക്രിയേറ്റ് എ കളർഫുൾ മലയാളം റീഡിംഗ് കാർഡ് പ്രൈമറി സ്റ്റുഡൻസ്. ഇപ്പോൾ ജെമിനിയിൽ ഇത് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് എടുക്കാം. ജെമിനി മലയാളത്തിൽ കുറച്ചും കൂടെ സെറ്റപ്പാണ് ഇവനെക്കാളും, ചാറ്റ് ജി പി ടിയെക്കാളും. ഇത് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഒന്ന് കൺഫേം ചെയ്യ് ആരെങ്കിലും. സാറേ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടോ? ഇല്ല, സ്ക്രീൻ ഷെയർ ഇല്ല. താങ്ക് യു. സ്ക്രീൻ ഷെയർ ചെയ്യാൻ വിട്ടു. ഓക്കെ, ഇപ്പോൾ സ്ക്രീൻ ഓക്കെ. ഞാൻ ഒരു കൂടെ കാണിച്ചില്ല ജെമിനിയിൽ എന്താണ് ചെയ്തതെന്നുള്ളത്. ജെമിനിയിൽ എന്ത് ചെയ്തു. ജെമിനി എടുത്തു. അതിനകത്ത് ക്രിയേറ്റ് ഒന്നേന്നും കാണിക്കുക. ന്യൂ ചാറ്റ് എടുത്തു. ഇപ്പോൾ ഫ്രഷ് ആയിട്ടിരിക്കുന്ന ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ഇമേജ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കും. ഇവിടെയുണ്ട്, ഈ ടൂൾസിനകത്തും ക്രിയേറ്റ് ഇമേജ് കിടപ്പുണ്ട്. ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളടുത്ത് ചോദിക്കും മോണോക്രോം വേണോ, കളർ ബ്ലോക്ക് വേണോ, റൺവേ. ഈ കാണുന്ന ആ ഡിസൈനിൻ്റെ ഏത് മോഡലിൽ വേണം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിനകത്ത് ഈ ഗോതിക് ക്ലേ എന്ന് സെലക്ട് ചെയ്യാൻ വിചാരിക്കുന്നു. ഗോതിക് ക്ലേ മോഡലിൽ നമ്മുടെ പ്രോംപ്റ്റ് അവിടെ കിടപ്പുണ്ടല്ലോ, നമ്മുടെ ക്ലാസ് റൂമിനകത്ത് ഉണ്ടല്ലോ പ്രോംപ്റ്റ്. ആ പ്രോംപ്റ്റിനെ ഞാൻ ഈ ജെമിനിക്കകത്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്തു. മലയാളം റീഡിംഗ് കാർഡ് ഫോർ പ്രൈമറി സ്റ്റുഡൻസ്. ഇതാണ് എൻ്റെ സിമ്പിളായിട്ടുള്ള പ്രോംപ്റ്റ്. ഈ പ്രൈമറി സ്റ്റുഡൻസ് മാറ്റിയിട്ട് സ്റ്റാൻഡേർഡ് 1, സ്റ്റാൻഡേർഡ് 2 അങ്ങനെയൊക്കെ കൊടുക്കാം. പിന്നെ ബ്രാക്കറ്റിൽ നമുക്ക് കണ്ടന്റ് ഉണ്ടെങ്കിൽ, ആ റീഡിംഗ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിനകത്ത് അങ്ങനെ കൊടുക്കാം. ഇവിടെ വന്നു കേട്ടോ, മലയാളം വായനക്കാർഡ് ഇങ്ങനെ ആ മോഡലിൽ കിട്ടി. മ്യൂട്ടോൾ, യെസ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് കിട്ടി. ഇത് കണ്ട പിള്ളേർ പേടിച്ചു പോവില്ല. ജെമിനിയിലെ രണ്ടാമത്തെ ഇമേജ് പ്രോസസ്സ് ചെയ്ത് വിട്ടു. ഇതിൽ മലയാളമാണ്. നമ്മൾ ഇതിനകത്ത് ടോപ്പിക് മാമ്പഴം എന്ന് പറഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് ഇൻട്രപ്റ്റ് ചെയ്യാം. അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റോപ്പ് ആവും. ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് ജെമിനിയിൽ വരണം. ജെമിനിയിൽ ഇങ്ങനെ ഒരു സൗകര്യം കൂടെ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ന്യൂ ചാറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഇമേജ് ഏത് മോഡൽ വേണമെന്നുള്ളത് കൊടുക്കും. ആവശ്യമുള്ള സെലക്ട് ചെയ്യുക, കൺട്രോൾ വി കൊടുക്കുക. ഇങ്ങനെ ഇത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് കൊടുത്തില്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തയ്യാറാക്കി തരും. മുകളിലുള്ള സെലക്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല.
ഇപ്പം മറ്റ് ഇമേജുകളൊന്നും ഇല്ലാതെ ബ്ലാങ്ക് ആയിട്ട് ഒരെണ്ണം വേണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. ഇപ്പം ജെമിനിയിൽ നമ്മൾ ചെയ്യാം. ഓക്കെ, മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. ഈ സ്വാദുയുടെ അടുത്ത് പ്രശ്നമാണ്. അപ്പം നേരത്തെ ചെയ്ത പോലെ റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞിട്ട് കറക്റ്റ് ആയിട്ടുള്ള അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ശരിയായി വരും. വേനൽക്കാലത്താണ് മാങ്ങ പഴുക്കുന്നത്. പ്രശ്നമാണ്. താ പൂർണ്ണമായിട്ടില്ല. ഞാനൊരു പ്രോംപ്റ്റ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ വന്നതൊന്ന് കൂടെ. ക്രിയേറ്റ് മീ മോർ ആക്യുറേറ്റ് വർക്ക്ഷീറ്റ്. മാറ്റി തരുന്നു എന്ന് നോക്കട്ടെ. ചില സമയത്ത് അത് തന്നെ വീണ്ടും ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ AI ടൂളുകളിലൊക്കെ മാക്സിമം ഒരു ദിവസം നിങ്ങൾ കുറച്ച് സമയം മാറ്റി വെച്ച് എല്ലാ ദിവസവും കുറച്ച് സമയം ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ കേട്ടു എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെന്നില്ല. ഇതിൽ നമ്മൾ വർക്ക് ചെയ്താണ് അതിനകത്ത് എക്സ്പേർട്ടായിട്ട് മാറും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒറ്റ ആഴ്ചയിൽ തന്നെ സാധനം മനസ്സിലായിട്ടുണ്ടാവും, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. പക്ഷേ അതിൽ നമുക്ക് കൂടുതൽ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് വർക്ക് ചെയ്താലേ പറ്റൂ. മാമ്പഴം ഏതായിരുന്നു രണ്ടാമത്തെ? അതിൽ വേറെ എന്തൊക്കെയോ കൂടെ കൂട്ടിയിടും. പദങ്ങൾ കണ്ടെത്തുക. ഇത് ഫെയിലിയർ ആയിപ്പോയി. ഇതിനകത്ത് മറ്റൊരു വർക്ക് ഷീറ്റും കൂടെയൊക്കെ വന്ന് ഇച്ചിരി വിഷയം. അതുകൊണ്ടാണ് ഞാൻ അധികം ജെമിനിയിൽ അത് പോവാത്തത്. ഓക്കെ, കൂടുതൽ വർക്ക്ഷീറ്റ് ബേസ് ചെയ്തിട്ട് ഇതിനകത്തായിരിക്കും നമുക്ക് എളുപ്പം. അപ്പോൾ ChatGPT കൂടുതൽ ആശ്രയിക്കുക. ജെമിനി ഫോട്ടോ ജനറേറ്റ് ചെയ്യാനും റിയലിസ്റ്റിക് ഫോട്ടോസൊക്കെ കൊടുക്കാനായിട്ട് ജെമിനിയാണ് നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 3 ടാസ്ക്. ആദ്യത്തത് സ്റ്റോറി തയ്യാറാക്കി. രണ്ടാമത്തെ ക്ലാസ് നോട്ട്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ്, എന്തും നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഈ ഒരു ഫോർമാറ്റ്, ഈ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വായനാ കാർഡാണ് നമ്മൾ മൂന്നാമത് തയ്യാറാക്കിയത്. ഇതേ മോഡൽ തന്നെ മാത്സിൻ്റെ വർക്ക്ഷീറ്റ് ഒക്കെ അതുകൂടെ തയ്യാറാക്കാം. മാത്സിൻ്റെ ഒരു വർക്ക്ഷീറ്റ് ഗ്രേഡ് 1 ആണ് പറയണത്. അതിന് നമുക്ക് ChatGPTക്ക് കൊടുക്കാം. പുതിയ ന്യൂ ചാറ്റ് എടുത്തു, പേസ്റ്റ് കൊടുത്തു. പുതിയ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. UKG ഗ്രേഡ് 1 മാത്സ് കളർഫുൾ. കളർഫുൾ വർക്ക്ഷീറ്റ്. കളറിന് ഒരു എല്ല് കൂടുതൽ. ഓക്കെ, ഇനി ഒന്ന് കൊടുത്തു നോക്കാം. ഒരു കളർഫുൾ അതിൻ്റെ ഇടയിൽ ചേർത്തന്നേ ഉള്ളൂ. ChatGPT ഇപ്പോൾ തയ്യാറാക്കി തുടങ്ങിയിട്ടുണ്ട്. ഉം, ചക്കയൊക്കെ വന്നു. വായിക്കാം പഠിക്കാം. ഇത് ജെമിനി ആയിരിക്കും. ജെമിനി ഇത് കൊള്ളാം കേട്ടോ, ഡിജി ടീച്ചറിൻ്റെ. മാംഗോ PNG ആയിട്ടാണ് അയച്ചിരിക്കുന്നത്. ജെമിനി എസ്. ആ, മറ്റേ ഇതിനിടയ്ക്ക് ഒരു സ്റ്റൈൽ കാണിച്ച് അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. കൊള്ളാം. ഇത് ക്ലേ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നിക്കും ഈ ഇങ്ങനെയൊക്കെ ഉള്ള സാധനം. അല്ലാതെ ഇത് രസമുണ്ട്. നമ്മൾ ഒരു മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഫോണ്ടുകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടേ. അപ്പോൾ അതിനകത്ത് പറയും എങ്ങനെയാണ് കുട്ടിക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ജനറേറ്റ് ചെയ്യുന്ന ഇമേജുകളിൽ ഫോണ്ടുകൾ ഉപയോഗിക്കുന്ന രീതിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇത് ക്ലിയർ ആയിട്ട് പറയും. കാണുമ്പോൾ മനസ്സിലാവും ജെമിനി. യെസ്, അതിനെ നമുക്കൊന്ന് മിനിമൈസ് ചെയ്യാം. മിനിമൈസ്. റെക്കോർഡിംഗ് വർക്കാണല്ലോ. യെസ്, വർക്കാണ്. ഇനി നമുക്ക് അടുത്ത ടാസ്കിലേക്ക് കിടക്കാം.
മാത്സ് കൂടുതലൊന്നും പറയാനില്ല. മാത്സ് വർക്ക്ഷീറ്റ് നമുക്ക് തയ്യാറായി കിട്ടി. കൗണ്ട് ആൻഡ് റൈറ്റ് ദ മിസ്സിംഗ് നമ്പർ. 1 2 3 4 5 6 7 കറക്റ്റാണ്. 10 റിവേഴ്സ് വന്നിട്ടുണ്ട്. 10 9 8 7 ഓക്കെ. 1 2 3 അത് ഓക്കെ. ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് ചെക്ക് ചെയ്ത് ഉണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ എഡിറ്റ് കൊടുത്തിട്ട് ഇന്ന സാധനം മാറ്റിയിട്ട്, അല്ലെങ്കിൽ എനിക്ക് വേറൊരു ഇതിനെ അഞ്ചാമത്തെ തന്നെ മാറ്റിയിട്ട് മറ്റൊരു തരത്തിലുള്ള വേണമെന്നൊക്കെ പറഞ്ഞ് പ്രോംപ്റ്റ് കൊടുത്ത് നമുക്ക് അതിനകത്ത് കൊടുക്കാം. അപ്പം മാത്സ് വർക്ക് ഷീറ്റ് അതാണ്. ഇതിൻ്റെ ഒരു മലയാളം വെർഷൻ കൂടെ ഒന്ന് തയ്യാറാക്കാം. മലയാളം വെർഷൻ എന്ന് കൊടുക്കാം, മലയാളം എന്ന് പറഞ്ഞു അത്രയും കൊടുക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. മലയാളം വെർഷനിൽ ഉറപ്പായിട്ടും തെറ്റ് വരും, എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം വരും. ഈ ഇതാണ് ഒരു ബുദ്ധിമുട്ട് മാത്സ് ടീച്ചേഴ്സിനും. മലയാളം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് പ്രശ്നമില്ല, ഈ രണ്ടും കൂടെ വരുമ്പോഴാണ് പ്രശ്നം. സയൻസ് വിഷയവും മാത്സ് വിഷയമൊക്കെ വരുന്നവർക്കാണ് മലയാളംകാർക്ക് ചെയ്യുമ്പം ഇച്ചിരി ബുദ്ധിമുട്ട് വരും. അപ്പം നമ്മളതിനെ ഒന്നുകിൽ ഇതിലിട്ട് എഡിറ്റ് ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത ക്ലാസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ക്യാൻവ പഠിക്കും. ക്യാൻവയ്ക്കകത്ത് നമ്മൾ ഇതിനെ കൊണ്ടുപോയി എഡിറ്റ് ചെയ്ത് ഫൈൻ റിസൾട്ടായിട്ട് പിള്ളേർക്ക് കൊടുക്കും. ഇനി നമുക്ക് 3/4 മണിക്കൂറും കൂടെ ഉള്ളൂ. അപ്പോൾ ഇനി അക്കാഡമിക് മാസ്റ്റർ പ്ലാനും തയ്യാറാക്കണം, ഒരു ടീച്ചിങ് മാനുവലും തയ്യാറാക്കണം. ഗണിതം കുട്ടടി കുട്ടി പഠിക്കാം, കഴിവ് വളർത്താം. ഒരു തെറ്റിതാക്കി പിടിച്ചു. എണ്ണാം പഠിക്കാം, ഇതൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഫോണ്ടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി മിസ്റ്റേക്കുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. സന്തോ ഒക്കെ പോയി. വരുമായിരിക്കും, കുറച്ച് കാലത്തിനുള്ളിൽ ഇതൊക്കെ ഒന്ന് ക്ലിയർ ആയി വരും. കാരണം ഇത് ഈ എല്ലാം ഈ മറ്റേ US ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ്. ഒരു വിധമുള്ള AI കുറച്ച് ചൈനയുടെയൊക്കെ ഉണ്ട്, എങ്കിലും അവരുടെ റീജിയണൽ ലാംഗ്വേജ് അല്ലല്ലോ. ഇതൊരു ഇതിപ്പോൾ ഒരുപാട് പേരിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ അങ്ങനെ 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 വരുമ്പോഴത്തേക്കും നമ്മൾ മലയാളത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഒരു മാസത്തിനുള്ളിൽ തന്നെ നല്ല വ്യത്യാസം വന്നിട്ട്. പണ്ട് ഇതൊക്കെ ChatGPT കൊടുത്ത എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് കിട്ടണമെന്ന് പറയും. ഇപ്പൊ പെട്ടെന്ന് കിട്ടും, 1 മിനിറ്റ് 2 മിനിറ്റിലൊക്കെ കിട്ടും. അപ്പൊ അതുപോലെ ഇനി ഭാവിയിൽ ഇമ്പ്രൂവ്മെന്റ് വരും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി വർക്ക്ഷീറ്റിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല, നമുക്ക് നേരെ ഒരു അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാം. ഇത് ഏത് ക്ലാസ്സിൻ്റെയാണ് എടുത്ത് വച്ചേക്കണമെന്ന് നോക്കിക്കോട്ടെ. Create a clean, professional, high quality academic master plan document for English subject teachers. The design should look modern, organized, and school friendly with a clear heading. ഇത് ഏത് ക്ലാസ്സിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇംഗ്ലീഷാണ് സബ്ജക്റ്റ്. നമുക്ക് ഒരെണ്ണം ജനറേറ്റ് ചെയ്ത് നോക്കാം. ഈ അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ നമ്മൾ പ്രോംപ്റ്റ് ആണ് ഈ കാണുന്നത്. ഇതിനെ അത്രയും നമ്മൾ കോപ്പി ചെയ്തു. ഓക്കെ. ഇനി ChatGPT വന്ന് പുതിയ ന്യൂ ചാറ്റ് എടുത്ത് അതിനകത്ത് നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇനി ഇതിനകത്ത് ഈ അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമ്പോഴത്തേക്കും സ്റ്റാൻഡേർഡ് ഒക്കെ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മുമ്പിലോ ബാക്കിലോ ആയിട്ട് കൊടുക്കാം. സ്റ്റാൻഡേർഡ് 2. ഇതിലിപ്പം എൻ്റർ അടിച്ചു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം, ഇപ്പം വർക്ക് തുടങ്ങും, അതാണ് ഒരു ബുദ്ധിമുട്ട്. ഇത് ഞാനൊരു കാര്യം ചെയ്തെന്ന് കളഞ്ഞിട്ട് പിന്നെ ചെയ്യാം. സ്റ്റാൻഡേർഡ് 2 സ്കൂളിൻ്റെ പേരും കൂടെ ഒന്ന് വയ്ക്കാം. AMLP. കടവന്ത്ര. ഒരു പേര് ചുമ്മാ കൊടുത്ത് AMLPS കടവന്ത്ര എന്ന് കൊടുത്തു, കോമ കൊടുത്തു.
സ്കൂൾ കൊടുത്തു. ഇപ്പോൾ ക്ലാസ്സായി. സബ്ജക്റ്റും കൂടെ പഠിക്കട്ടെ. ഇംഗ്ലീഷ്. ഓക്കെ. ഇനി നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ടീച്ചിങ് മാനുവലൊക്കെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കാം. ഇപ്പം ഞാൻ പ്രത്യേകിച്ചൊന്നും കൊടുക്കുന്നില്ല, ഒന്ന് ജനറേറ്റ് ചെയ്യാണ്. സെൻഡ് പ്രോംപ്റ്റ് കൊടുക്കുക. അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞത് ഇംഗ്ലീഷ് AMLP എയിം ടു ഡെവലപ്പ് ലിസണിങ് സ്പീക്കിംഗ് ടൈം പീരിയഡ് ഫസ്റ്റ് ഫേസ് ജൂൺ ടു ഓഗസ്റ്റ് സെപ്റ്റംബർ ഡിസംബർ. അതായത് സംഭവം കഴിയും. ഇനി ആരെങ്കിലും അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഗ്രൂപ്പ് അന്തരം നടക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്കൊരു കുറച്ച് വരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് പ്രോംപ്റ്റ് മാത്രമേ അതിനകത്ത് ഉണ്ടായിരുന്നു. ഞാൻ കൂടുതലായിട്ട് എന്താ ആഡ് ചെയ്ത് കൊടുത്തേ? സ്റ്റാൻഡേർഡ്, ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് കൂടുതലായിട്ട് ആഡ് ചെയ്തത്. ഇത് നമ്മുടെ പ്രോംപ്റ്റിലും കൊണ്ടുവയ്ക്കാം. എവിടെയാണ് നമ്മുടെ ക്ലാസ് റൂം? എഡിറ്റ് കൊടുത്തിട്ട് അതിനകത്ത് നമ്മുടെ മോഡേൺ യുഗമാണ്. നമ്മൾ ടീച്ചേഴ്സാണ് ആദ്യം അഡ്വാൻസ് ആയിട്ട് വരേണ്ടത്, ഇല്ലേ? അപ്പോൾ അധ്യാപകർ തന്നെ ഇങ്ങനെ ചോദിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു പരിപാടിയല്ല. നമ്മളായിരിക്കണം എല്ലാവർക്കും മാതൃക. അതിനെ ഒരു ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചത്. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിനകത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ സ്കൂളിൻ്റെ പേരുകളൊക്കെ വേണം നിങ്ങൾ കൊടുക്കാനായിട്ട്. ഇനി ഇതിനകത്ത് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഈ അക്കാഡമിക് മാസ്റ്റർ പ്ലാനിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. സബ്ജക്റ്റ് ഇംഗ്ലീഷ്. ഇത് ഞാൻ സേവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. സേവ് ഒന്ന് ചെയ്ത് നോക്കൂ ടീച്ചേഴ്സ്. നമ്മുടെ ഒരു അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ 2ാം ക്ലാസ്സിൻ്റെ ഇങ്ങനെ കോപ്പി ഇവിടെ നിന്ന് ഇങ്ങനെ കോപ്പി എടുക്കുക, നിങ്ങളുടെ ഇതിനകത്ത് കൊണ്ട് കൊടുക്കുക, എന്നിട്ട് ജനറേറ്റ് ചെയ്തെടുക്കുക. ഇനി ഒരു കാര്യം കൂടെ അതിനകത്ത് ചെയ്യാനുണ്ട്. നമ്മൾ ഈ തയ്യാറാക്കിയെടുക്കുന്ന അക്കാഡമിക് മാസ്റ്റർ പ്ലാന് നമുക്കിനി ഒരു ഇതിനകത്ത് കോപ്പി ചെയ്യണ്ടേ? സാറേ, യെസ്, പറയൂ ടീച്ചർ. അതെ, നമ്മുടെ ചാറ്റ് GPT സമ്മതിക്കുന്നില്ലല്ലോ, ഇനി ചെയ്യാൻ പറ്റില്ല എന്ന് പറയണു. അടുത്ത ഇമെയിൽ ഐ ഡി ഇട്. 2ാമത് ഇമെയിൽ ഐ ഡി ഇല്ലേ നിങ്ങൾക്ക്? നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കുകയൊന്നുമില്ല. നെക്സ്റ്റ് ഇമെയിൽ ഐ ഡി എടുത്തു വയ്ക്കൂ. എങ്ങനെ എടുക്കാം പറഞ്ഞു തരട്ടെ. ഇപ്പോൾ ഈ ഒരു പേജ് എടുക്കുക, ഒരു ഗൂഗിൾ എടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും ഈ ലോഗോ കാണിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ വന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് അനദർ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കും. ആഡ് അനദർ അക്കൗണ്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പുതിയതായിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തിട്ട് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൂടെ? പേഴ്സണൽ യൂസ് കൊടുത്തിട്ട് ഒരു പുതിയ പേര് കൊടുത്തിട്ട് അടിച്ച് ചെയ്യൂ. എത്ര ഇമെയിൽ ഐ ഡി വേണമെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ. അങ്ങനെ ചെയ്യൂ. മറ്റൊരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കി അതിനകത്ത് ചെയ്യൂ. ഒരു 5 ഇമെയിൽ ഐ ഡി എങ്കിലും നിങ്ങൾ തയ്യാറാക്കി വെച്ചേക്കണം. ഒരെണ്ണം തീരുമ്പോൾ അടുത്തത് എടുക്കുക. ഇനി അരമണിക്കൂർ മാത്രമേ നമുക്ക് അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് സ്പീഡ് എളുപ്പം ഒന്ന് കൂട്ടേണ്ടതുണ്ടേ. അക്കാഡമിക് മാസ്റ്റർ പ്ലാനായി. ഇനി എനിക്ക് ഇതിൻ്റെ ഒരു മലയാളം വേണമല്ലോ. ഐ നീഡ് മലയാളം. മാഷേ, യെസ്, ഒരു പറയൂ ടീച്ചർ. PDF വന്നു, പിന്നെ കുറെ എഴുതി. ഞാനത് കോപ്പി ചെയ്ത് ഗ്രൂപ്പിലേക്ക് ഇടാം. മാഷ് ചെക്ക് ചെയ്യോ? PDF എനിക്കൊരു PDF ആ കിട്ടിയത്. PDF ആയിട്ട് ടീച്ചർ സേവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് PDF കിട്ടിയത്. അതിനെ നമ്മൾ ഗ്രൂപ്പിലിട്ടിട്ട് ഇട്ടു. ഓക്കെ, ഞാൻ നോക്കാം.
ഇതാണ് സംഭവം. പിന്നെ ഓപ്പൺ കൊടുക്കാം. ഓപ്പൺ. ഓപ്പൺ കൊടുത്ത് എവിടെ ഓപ്പൺ ആയോ എന്തോ. PDF താഴെ എങ്ങനെയും വന്നു, ആ, ടെക്സ്റ്റ് ആയിട്ടും വന്നു. ഉം. ഇതാണ് ടീച്ചർ ചെയ്തത്. അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ ഇംഗ്ലീഷ്. ഇത് ഏതിൽ, ചാറ്റ് GPT-യിലാണോ ജെമിനിയിലാണോ, ഏതിലാ ചെയ്തേ? ജെമിനി. ChatGPT ഫോണിൽ ഇല്ല, ഐഫോൺ സ്റ്റോറേജ് ഫുൾ ഇപ്പൊ ആയതുകൊണ്ടേ. ടീച്ചറിന്റെ പിറകെ ആയിരിക്കും നിങ്ങളെ കൂട്ടുകാരി ടീച്ചർമാർ അത്ര, എനിക്ക് ഉണ്ടാക്കി തരുമോ, എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടെ. ഉഫ്. അല്ല, ഈ ടെക്സ്റ്റ് അപ്പൊ എന്താ സംഭവം? ഇത് ഒരു PDF ആയിട്ട് തന്നതാണ് നമുക്ക്. അതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ജനറേറ്റ് ചെയ്തൊന്നും നമുക്ക് ഔട്ട്പുട്ട് വേണ്ടത് PDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PDF ആയിട്ട് കിട്ടും. ഇത് ആ, നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഇത് ഉപയോഗിക്കാമല്ലോ. അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ ആയി കഴിഞ്ഞു. അല്ല, ഞാൻ ഇതിന്റെ തൊട്ട് താഴെ ഞാൻ ടെക്സ്റ്റ് ഇട്ടിട്ടുണ്ട്, അപ്പൊ അത് വേറെ തന്നതാണോ? യുവർ പ്രൊഫഷണൽ അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ ജനറേറ്റഡ് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ താഴെ വരും. അത് അതിൻ്റെ ഒരു സമ്മറി പോലെ അതെന്താണ് ചെയ്തതെന്നുള്ളത് പറയണതാണ്. ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയാണ്. ഡോക്യുമെന്റ് ശരി. സമ്മറി, ഡിസൈൻ ഹൈലൈറ്റ്സ്. കുറച്ച് സജഷൻസ് ഒക്കെയാണ്. മന്ത് വൈസ് കരിക്കുലം മാപ്പിംഗ് ടേബിള്. നമ്മൾ പറഞ്ഞതിൻ്റെയും അതിനേക്കാളും കൂടുതൽ വർക്ക് എടുക്കും. നമ്മുടെ ജീനി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ജീനിയാണ്. നമ്മൾ പറഞ്ഞതിനേക്കാളും കൂടുതൽ വർക്ക് എടുത്ത് നമുക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടും പുതുതായിട്ടൊക്കെ. ഓ, ഇങ്ങനെയൊക്കെ ഓക്കെ. ചെയ്യാല്ലേ, അങ്ങനെയൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഐഡിയാസ് കിട്ടും. അപ്പോൾ ഒരു അക്കാഡമിക് മാസ്റ്റർ പ്ലാനുമായി ഇനി ഒരു ടീച്ചിങ് മാനുവലും കൂടെ ആകുമ്പോൾ നമുക്ക് ഈ ആഴ്ചത്തേക്കുള്ള നമ്മുടെ പണിയായി, വർക്കുകളായി. അപ്പോൾ ഇതുപോലെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് ഇടുക. ഈ മലയാളം വെർഷൻ കൊടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞോ എന്ന് നോക്കിക്കോട്ടെ. ഇത് ഡൗൺലോഡ് ചെയ്യുന്ന വിധം ഒന്ന് പറഞ്ഞിരുന്നു. ഐ നീഡ് മലയാളം വെർഷൻ. ഡൗൺലോഡ് ചെയ്യേണ്ട വിധം എനിക്കൊന്ന് കുറച്ചും കൂടെ ചോദ്യം ഒന്ന് ക്ലിയർ ആക്കി പറയൂ. നമുക്ക് ഈ അതായത് അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ നമുക്ക് പ്രിന്റ് എടുക്കാനൊക്കെ യെസ് പറ്റുമോ? യെസ് യെസ്, താങ്ക് യു. ഞാനത് പറയാൻ വരികയായിരുന്നു, എനിക്കത് വിട്ടുപോയി. ടീച്ചർ അത് പറഞ്ഞത് നന്നായി. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു മലയാളം വെർഷൻ കൂടെ തയ്യാറാക്കി. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിപ്പോൾ ഇംഗ്ലീഷ് എന്നുള്ളതൊക്കെ മാറ്റണം, അത് മലയാളം ആക്കണമെന്നുള്ളതെങ്കിൽ എന്ത് ചെയ്യണം? ചേഞ്ച് സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കും. ചേഞ്ച് സബ്ജക്റ്റ് ഫ്രം ഇംഗ്ലീഷ് ടു മലയാളം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് മാറിക്കോളും. ഇപ്പോൾ നമ്മളെ ടീച്ചർ പറഞ്ഞ സംശയത്തിന് നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ടൂൾ പറഞ്ഞുതരാം. ഗൂഗിൾ ഡോക്ക്. ഗൂഗിൾ എന്നടിക്കുക, ഡോക്ക് എന്നടിക്കുക. ഇത് എന്നെ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേഡൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന അധ്യാപകരാണെങ്കിൽ വേഡിനകത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. ക്യാൻവ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകരാണ് ക്യാൻവയിൽ കൊണ്ടുപോയി ഉപയോഗിക്കാം. ഗൂഗിൾ ഡോക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഗൂഗിളിൻ്റെ തന്നെ മറ്റൊരു ഫ്രീ സർവീസാണ് ഗൂഗിൾ ഡോക്ക്. ഈ ഗൂഗിൾ ഡോക്സ് എന്ന് പറയുന്ന ഈ സാധനം അടിച്ചു കൊടുത്താൽ, ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഗൂഗിൾ ഡോക്സ് വരും. ഈ ആദ്യം കാണുന്നതാണ് ഗൂഗിൾ ഡോക്സ്. ഞാൻ എൻ്റെ ഇമെയിൽ ലോഗിൻ ആയതുകൊണ്ട് തന്നെ ഗൂഗിൾ ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗൂഗിൾ ഡോക്സ് ഓപ്പൺ ആയി കിട്ടും. ഇതൊക്കെ നമ്മൾ പരിചയമുള്ള സാധനങ്ങളാണ്. മുകളിൽ ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ അങ്ങനെയൊക്കെ പറഞ്ഞുള്ള നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന, ഫോണിലും ഒക്കെ ഉള്ള ഗൂഗിൾ ഡോക്സ് ഫോണിലും ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ ആപ്പ് നിങ്ങൾ ചിലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവാം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്യാം, ഇല്ലാതെ ചെയ്യാം. ഗൂഗിൾ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ ഡോക്സിനകത്ത് കയറാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ കോപ്പി എടുത്ത സാധനത്തിനെ എന്ത് ചെയ്യണം? ഇവിടെ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ മറ്റേ ടീച്ചർ ചെയ്ത പോലെ ഔട്ട്പുട്ട് ഫോർമാറ്റ് എന്ന് കൊടുത്തിട്ട് PDF എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് PDF ആക്കി തരും. അങ്ങനെ ചെയ്യാം, അതിനും വഴിയുണ്ട്. ഇനി എനിക്ക് അതിനകത്ത് ഇനി എഡിറ്റൊക്കെ വരുത്താനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനെ കോപ്പി എടുത്ത് നമ്മുടെ ഗൂഗിൾ ഡോക്കിനകത്ത് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യും. ഗൂഗിൾ ഡോക്ക് ഓപ്പൺ ആക്കി അതിനകത്ത് പേസ്റ്റ് ചെയ്തു. അക്കാഡമിക് മാസ്റ്റർ പ്ലാനായി. ഇത് ഇവിടെ ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് PDF അതിനകത്ത് എന്താ കൊടുക്കണ്ടേ മാഷെ? PDF ഔട്ട്പുട്ട്. ഓ, ക്രിയേറ്റ് മീ PDF ഫോർമാറ്റ്. ഓക്കെ.
കൊടുത്താൽ വരേണ്ടതാണ്. നോക്കാം വരുമോ ഇല്ലെന്ന് നോക്കാം. അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ ഇതാ വന്നു. ഇവിടെ ഈ ടൈറ്റിൽ ക്ലിക്ക് ചെയ്തപ്പം അതിൻ്റെ പേര് അക്കാഡമിക്, ഈ ആദ്യത്തെ ലൈൻ അങ്ങോട്ട് മാറിയെന്നേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് കിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അതായി. ഇനി അടുത്ത് ഇപ്പോൾ ഒരു ഇംഗ്ലീഷിലുള്ള ഇതിനെ നമുക്കിനി കമ്പ്യൂട്ടറിലോ ഫോണിലോ ഒക്കെ മാറ്റണമല്ലോ. അതിനുവേണ്ടി എന്ത് ചെയ്യും? ഫയലിൽ പോയിട്ട് ഡൗൺലോഡ് കൊടുത്തിട്ട് ഡോക്യുമെൻ്റ് ഫോർമാറ്റ് ആണെങ്കിൽ അതിൽ കൊടുക്കാം. PDF ആക്കണമെങ്കിൽ PDF കൊടുക്കാം. ODT ഉബുണ്ടുവിലൊക്കെ ഉപയോഗിക്കുന്ന ഫോർമാറ്റാണ്. ഉബുണ്ടുവിലെ വേർഡ് പ്രോസസ്സറിങ്, അതാണ് ODT. അത് കൊടുക്കുക. ഏതാണ് വേണ്ടത് അത് കൊടുത്ത് സേവ് ചെയ്യുക. ഡൗൺലോഡിൽ പോയി സേവ് ആവും. അവിടെ പോയി എടുക്കുക. ഇതിൽ മാറ്റങ്ങളൊക്കെ വരുത്താനുള്ള ചെയ്തോണം. അപ്പോൾ ഇതാണ് സാധനം. എങ്ങനെ എടുത്തേ? ഗൂഗിൾ എടുത്ത് ഗൂഗിൾ ഡോക്ക് എന്ന് അടിച്ചു കൊടുത്തു. ഈ സാധനം പ്ലെയിൻ ആയിട്ടുള്ള ഷീറ്റിനകത്ത് ChatGPT നിന്ന് കോപ്പി എടുത്ത് ഇതിനകത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നമ്മൾ ഇവിടെ നിന്ന് ഔട്ട്പുട്ട് PDF ആയിട്ട് കിട്ടിക്കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതിനകത്ത് അതല്ലേ കിട്ടുള്ളൂ. നമ്മുടെ കണ്ടന്റ് അതിനകത്ത് ആഡ് ചെയ്യാൻ പാടല്ലേ. ഈ ഫോർമാറ്റ് ചെയ്തു. ഇതിവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഡൗൺലോഡ് ദ PDF എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ആ PDF ഫോർമാറ്റ് ഇവിടെ കിട്ടും. ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. മലയാളം മാത്രമാണോ വന്നത്? ഇതിന് ഇങ്ങനെ ഒരു കുഴപ്പം വന്നു. എൻ്റെ ഔട്ട്പുട്ട് കിട്ടിയത് ഇങ്ങനെയാണ്. മലയാളം ഒന്നും വന്നില്ല, ഇംഗ്ലീഷ് മാത്രമേ കിട്ടിയൂ. ഓക്കെ. അപ്പോൾ ഈ ഇഷ്യൂ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. മലയാളം വളരെ പിന്നിലാണ്. മലയാളം നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇവിടെ നിന്ന് ജനറേറ്റ് ചെയ്യിക്കുക, അതിനെ കോപ്പി എടുക്കുക, ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക, അതിനെ ഫയലിൽ പോയിട്ട് ഡൗൺലോഡ് ഓപ്ഷൻ കൊടുത്ത് അതിനെ മാറ്റി. ഒരു അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ നമുക്ക് തയ്യാറാക്കി കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. ഏത് ക്ലാസ്സിൻ്റെ വേണമെങ്കിലും ചെയ്യാം. അൺലിമിറ്റഡ് ആയിട്ട് ചെയ്യാം. ഒരു ഇമെയിൽ ID തീർന്നു കഴിഞ്ഞാൽ നമുക്ക് സൈൻ ഔട്ട് ചെയ്തിട്ട് ലോഗ് ഔട്ട് ചെയ്തിട്ട് മറ്റൊരു ഇമെയിൽ IDയിൽ ലോഗിൻ ചെയ്ത് കൂടുതൽ കൂടുതൽ വർക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ന്യൂ ചാറ്റ്. അപ്പോൾ അതിനകത്ത് നമ്മളിനി കവർ ചെയ്യാനുള്ള ടീച്ചിങ് മാനുവൽ മാത്രമേ ഉള്ളൂ. ടീച്ചിങ് മാനുവൽ കഴിഞ്ഞിട്ട് നമുക്ക് ഡൗട്ട് സെക്ഷനിൽ പോയി എല്ലാവരുടെയും ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാം. ഇപ്പോൾ ടീച്ചിങ് മാനുവൽ എന്ന് എഡിറ്റ് ചെയ്തോട്ടെ. എഡിറ്റ്. ഓക്കെ. ടീച്ചിങ് മാനുവൽ അല്ലെങ്കിൽ ലെസൺ പ്ലാൻ എങ്ങനെ നമുക്ക് തയ്യാറാക്കാം, അതിൻ്റെ ഒരു സംവിധാനം കൂടെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പ്രോംപ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതെടുക്കുക, ന്യൂ ചാറ്റ് എടുക്കുക, ആ പ്രോംപ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇതൊരു ഫുൾ ഫ്ലഡ്ജ് ടീച്ചിങ് മാനുവൽ അല്ല. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ടീച്ചിങ് മാനുവൽ അല്ല. ഒരു ടീച്ചിങ് മാനുവൽ അല്ലെങ്കിൽ ഒരു അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണ്. ഇതിൽ നമ്മൾ എക്സ്പേർട്ട് ആവുന്നത് നമ്മുടെ 3ാമത്തെ ക്ലാസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ അതിനകത്ത് കൂടുതൽ പ്രോംപ്റ്റിങ് ചെയ്യാനൊക്കെ പഠിക്കും. നല്ല റിസൾട്ട് ഇപ്പോൾ ഉള്ള മോശമൊന്നുമല്ല, കുറച്ചും കൂടെ നല്ലത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു മോഡൽ കൊടുത്തിട്ട് അതിൻ്റെ എന്താ ടീച്ചറെ, ChatGPT-ന്ന് നമ്മളത് കോപ്പി ചെയ്യണം. കോപ്പി ചെയ്തിട്ടാണ് ഗൂഗിൾ ഡോക്കിൽ കൊണ്ടിട്ട് ചെയ്യാം. തിരിച്ച് ഗൂഗിൾ ക്ലാസ് റൂമിൽ നിന്ന് കോപ്പി ചെയ്തിട്ട് ChatGPT-യിലോട്ട് കൊണ്ടുവരും. ഞാനിതൊന്ന് സേവ് ചെയ്തോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനിപ്പോൾ സേവ് ചെയ്തു. അതല്ല സർ, നമ്മൾ ആ അക്കാദമിക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയില്ലേ ആ ആ ChatGPT-ല്, അതെങ്ങനെ ഗൂഗിൾ ഡോക്കിലേക്ക് ആ കൊണ്ടുപോകുന്നത്? അത് എളുപ്പമല്ലേ. എന്താ ചെയ്തേ? ഞാൻ അതിനെ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ വരും. ഞാൻ എന്താ ചെയ്തേ ഒരു കൂടെ കാണിച്ചു തരാം. അക്കാഡമിക് മാസ്റ്റർ പ്ലാനിനെ ഇങ്ങനെ പിടിച്ചു. എവിടം വരെ ഉണ്ട് അത് അത്രയും സെലക്ട് ചെയ്ത്
ഇത്രയും മതി, എനിക്ക് ഇത്രയും മതി. ICT-യോടുകൂടി ഞാൻ നിർത്തുകയാണ്. കോപ്പി എടുത്തു, എന്നിട്ട് ഗൂഗിൾ ഡോക്ക് എന്ന് അടിച്ചു. ഗൂഗിൾ ഡോക്ക് എന്ന് അടിച്ചു. ഗൂഗിൾ ഡോക്ക് എന്ന് അടിച്ചില്ല, ഇപ്പോഴാണ് അടിക്കാൻ പോണത്. ഗൂഗിൾ ഡോക്സ്. ഗൂഗിൾ ഡോക്സ് എടുത്തു, അതിനകത്ത് പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. പേസ്റ്റ് ചെയ്തു. എനിക്ക് ആവശ്യമുള്ള മാറ്റങ്ങളൊക്കെ അതിനകത്ത് വരുത്തണം. ഉണ്ടോ, ഇതാ കിടക്കണം. ഗൂഗിൾ ഡോക്ക് വന്നു, ഇതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി. ഈ ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ വരി അതിനകത്ത് വരും, ഫസ്റ്റ് കിടക്കുന്ന വരി. ഫയലിൽ പോയിട്ട് ഡൗൺലോഡിൽ പോയിട്ട് 3 ഏതെങ്കിലും ഒരെണ്ണം കൊടുക്കുക. നമുക്കൊരു ആശയം കാണുമല്ലോ, PDF ആയിട്ടാണ് സേവ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഇതിനകത്ത് പിന്നീട് ഫർദർ എഡിറ്റിംഗ് ഒന്നും ഇല്ലെങ്കിൽ PDF മതി. എല്ലാം ഓക്കെ ആണ് എങ്കിൽ PDF എടുത്ത് നമുക്ക് ഷെയർ ചെയ്യാമല്ലോ. അത് പോയിരിക്കുന്ന ഫോൾഡറിൽ നിന്ന് എടുത്ത് നമ്മുടെ വാട്സപ്പിലോ അല്ലെങ്കിൽ മറ്റ് കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രത്യേക ഫോൾഡറുകളിലൊക്കെ ആക്കാം. സർ ഫോണിൽ അങ്ങനെ കോപ്പി ചെയ്യുമ്പോൾ അത് കട്ടായി പോവാണ്, ഫുള്ള് കോപ്പി ആവുന്നില്ല. അത് നമ്മുടെ കൈ വഴക്കമാണ്. ടീച്ചർ ഒന്ന് ശ്രദ്ധിച്ച് താഴോട്ട് വലിച്ച് നമുക്കത് ചെയ്ത് ശീലമില്ലല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ സർ. ട്രൈ ചെയ്താൽ പറ്റും, കുറച്ച് ഓക്കെ സമയം പിടിക്കും. അത് ശരിയാവും, കുറച്ച് ദിവസങ്ങളിൽ ശരിയാവും. ട്രൈ ചെയ്യൂ, നടക്കും. ഓക്കെ ടീച്ചേഴ്സ്, നമ്മൾ ടീച്ചിങ് മാനുവലാണ് പറഞ്ഞത്. ടീച്ചിങ് മാനുവൽ പറഞ്ഞുകൊണ്ട് വന്നപ്പോഴാണ് ആ ടീച്ചറിന് സംശയം തോന്നിയത്. നമ്മൾ ആ ടീച്ചറിൻ്റെ സംശയം ക്ലിയറായി. ഇനി ഞാൻ ഈ ടീച്ചിങ് മാനുവൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞുതരാമോ? ടീച്ചിങ് മാനുവൽ ചെയ്യണമെങ്കിൽ ChatGPT-ക്ക് ടീച്ചിങ് മാനുവൽ അറിയാം, പറഞ്ഞാൽ ടീച്ചിങ് മാനുവൽ ഉണ്ടാക്കി തരും. ഇപ്പം ഉണ്ടാക്കി തന്നാൽ അവന് തോന്നുന്ന പോലെ ഉണ്ടാക്കി തരും. അങ്ങനെയല്ല, നമുക്ക് നമ്മളുടെ കയ്യിലൊരു മാതൃക ഉണ്ടാവും, ആ മാതൃക പോലെ ചെയ്തു തരണം. ഓക്കെ, അപ്പോൾ മാതൃക എവിടെയുണ്ട്? മാതൃക എൻ്റെ കയ്യിലുണ്ട്. ഇതാണ് മാതൃക. ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. നമ്മുടെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിനകത്ത് ഞാൻ 2ാം ക്ലാസ്സിൻ്റെ ഒരു 2ആണോ 3ആണോ നോക്കിക്കോട്ടെ. ഏതായിരുന്നു എടുത്ത് വെച്ചത്? അതൊന്ന് ഓപ്പണായി കാണാതെ എങ്ങനെ ജനറേറ്റ് ചെയ്യണം? ഇത് 2ാം ക്ലാസ്സിൻ്റെ മലയാളമാണ് എടുത്തത്. മലയാളം അല്ല എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ അതുപോലെ ഇംഗ്ലീഷിൽ കിട്ടുന്ന ഒരു ടീച്ചിങ് മാനുവലാണ് എനിക്ക് വേണ്ടത്. ഇപ്പോൾ 3ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ഇതാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. 3ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് യൂണിറ്റ് 3 ആണ്. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണണമല്ലോ, ഇല്ലാതെ എങ്ങനെയാണ് ടീച്ചിങ് മാനുവൽ എന്താണെന്നുള്ളത് അറിയണ്ടേ? ഓപ്പൺ ആക്കുകയാണേ. ആ ടീച്ചിങ് മാനുവൽ ഓപ്പൺ ആക്കി നമുക്ക് നോക്കാം ഇത് ഏതാണെന്ന്. ഓപ്പൺ ആക്കി നമ്മൾ നോക്കുന്നു. ഇൻ ഹാർമണി എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. അതിനകത്ത് ലേണിംഗ് ഒബ്ജക്റ്റീവ് ഒക്കെ കിടപ്പുണ്ട്, പ്രോസസ്സും റെസ്പോൺസും ഒക്കെ കിടപ്പുണ്ട്. ഇതാണ് സാധനം, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി ഇത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. പ്ലസ് ക്ലിക്ക് ചെയ്ത് ഡോക്യുമെൻറ്റ്സിനകത്ത് സ്റ്റാൻഡേർഡ് 3 അതാണ് ഇംഗ്ലീഷ്. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നേ, ക്ലാസ് റൂമിനകത്ത് ഇട്ടേക്കാം. എഡിറ്റ്, അപ്ലോഡ്. ഇനി ഇതിനകത്ത് നമുക്കൊരു അസൈൻമെൻ്റ് ഒക്കെ ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് കേട്ടോ, ഈ ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത്. അപ്പം നിങ്ങൾ ഇത് അസൈൻമെൻ്റായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിടും. അപ്പോൾ ഈ ചെയ്ത വർക്കുകളൊക്കെ ആ അസൈൻമെൻറ്റിന് കീഴിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിടാം.
ഇത് അവസാനം പറഞ്ഞുതരാം എങ്ങനെ അസൈൻമെന്റ് ചെയ്യണോ. ഓക്കെ, അപ്പോൾ ടീച്ചിങ് മാനുവലിൻ്റെ PDF കൂടെ അത് അതിനകത്ത് കിടപ്പുണ്ട്, എടുത്തോളാം. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ട്, ഇവിടെയുണ്ട്. ഇനി എങ്ങനെയാ ഇവിടെ അപ്ലോഡ് ചെയ്ത് പ്രോംപ്റ്റ് കൊടുത്താൽ മതി. സെൻഡ് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കിടിലം ടീച്ചിങ് മാനുവൽ നമുക്ക് കിട്ടും. ഇതാ പറഞ്ഞു തീരുന്നതിന് മുമ്പ് സാധനം വന്നു. ചൈൽഡ് ഫ്രണ്ട്ലി ടീച്ചിങ് മാനുവൽ ഇൻ ഹാർമണി സ്റ്റാൻഡേർഡ് 3. എബൌട്ട് ദ യൂണിറ്റ്, ലേണിംഗ് ഔട്ട്കംസ്, ടീച്ചർ പ്രിപ്പറേഷൻ, യൂണിറ്റ് തീം എന്തായിരുന്നോ ഉണ്ടായിരുന്നോ അതിനുമായിട്ട് ചെറിയ ഒരു കണക്ഷൻ കാണും. ആക്ടിവിറ്റി 3, ആക്ടിവിറ്റി 4, ആക്ടിവിറ്റി 5. പണി കഴിഞ്ഞില്ല, വർക്ക് നടക്കുന്നേ ഉള്ളൂ. ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് സാധാരണ ഒരു ChatGPT വളരെ ചെയ്യുന്ന, പക്ഷെ നമ്മുടെ സ്മാർട്ട് ടീച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ടീച്ചിങ് മാനുവൽ ഇതല്ല. ഇതൊരു ആർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടീച്ചിങ് മാനുവലാണ്. നമ്മുടെ ഡേ 3 നമ്മൾ പ്രൊഫഷണലി കുട്ടികൾക്ക് ഒരുപാട് പ്രയോജനമുള്ള, നമ്മുടെ ടീച്ചിങ് സ്കില്ല് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യുന്ന ടീച്ചിങ് മാനുവൽ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ തയ്യാറാക്കും. ഇത് ഉപയോഗിക്കാം. ഇത് നമുക്ക് തൽക്കാലം ഇത് അതിനെ എന്നെ വെച്ചിട്ട് ഒരു ടീച്ചിങ് മാനുവൽ വെച്ച് അതിൻ്റെ ഒരു മോഡൽ എടുത്ത് നമുക്കൊരു പെട്ടെന്നൊരു ക്വിക്കായിട്ട് ഒരെണ്ണം ചെയ്യും. രണ്ടാമത് പറഞ്ഞ സാധനം ഇത്തിരി വർക്ക് ചെയ്യാണ്ട് നമ്മൾ മണ്ടയൊക്കെ കുറേ ഇതാവും. ഇത് പെട്ടെന്ന് ഒരു റിസ്ക്കും ഇല്ലല്ലോ. എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. ഇവിടെ നിന്ന് കോപ്പി എടുത്തു, ഇങ്ങനെ പിടിച്ച് കോപ്പി എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് PDF പറഞ്ഞു കൊടുത്തു, ആ ബട്ടണിൽ പ്രസ് ചെയ്തു, നമുക്ക് ടീച്ചിങ് മാനുവൽ. ഇതിനെങ്ങനെയാണ് നമുക്ക് നേരത്തെ ചെയ്ത പോലെ ചെയ്യാം. നമ്മളിതിനെ അവസാനം വരെ പിക്ക് ചെയ്യും. ഇത് കുറേ ഉണ്ടല്ലോ. കൺക്ലൂഷനും കൂടെ ആയിരിക്കും. ഒന്നുമില്ല, നേരത്തെ ചെയ്ത പോലെ ഗൂഗിൾ എടുക്കുന്നു, ഗൂഗിൾ ഡോക്ക് എടുക്കുന്നു, ഗൂഗിൾ ഡോക്സ് എടുക്കുന്നു, അതിനകത്ത് കയറി കാര്യങ്ങൾ പേസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇംഗ്ലീഷിലുള്ള ഒരു ടീച്ചിങ് മാനുവൽ നമുക്ക് കിട്ടും. ഇംഗ്ലീഷ് വിട്ട് നമുക്ക് മലയാളം വേണം. മലയാളം വിട്ടുള്ള കളിയൊന്നുമില്ല. മലയാളത്തിനായിട്ട് നമ്മൾ അടുത്ത പ്രോംപ്റ്റ് താഴെ തന്നിട്ടുണ്ട്, അതിൻ്റെ തൊട്ട് താഴെയായിട്ട്. ഇത് കോമൺ ആണ് കേട്ടോ, നമുക്ക് ഏത് സബ്ജക്റ്റിന് വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം. ഏത് മലയാളവുമായിട്ട് ബന്ധപ്പെട്ട ഇംഗ്ലീഷ് ആണെങ്കിൽ നിങ്ങൾക്കിത് ഈ ടീച്ചിങ് മാനുവൽ എടുത്ത് ഏത് ക്ലാസ്സിന് വേണമെങ്കിൽ ഉപയോഗിക്കാം, മലയാളത്തിൻ്റെ ഏത് ക്ലാസ്സിന് വേണമെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഞാൻ തന്നേക്കുന്ന ടീച്ചിങ് മാനുവൽ എന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ടീച്ചിങ് മാനുവൽ ഉപയോഗിച്ച് ചെയ്യാം. ഇനി ഇതിനിടയ്ക്ക് ഓലാപ്പിൻ്റെ ഒരു ടെലഗ്രാം ചാനൽ കാണിച്ചു തരാം. അതിനകത്ത് കയറി കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ജൂൺ മുതലുള്ള ടീച്ചിങ് മാനുവൽ, അതിനകത്ത് ഈ പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ ടീച്ചിങ് മാനുവലും ഡീറ്റെയിൽസും മാത്രമേ ഉള്ളൂ. കാരണം കഴിഞ്ഞ വർഷം തുടങ്ങിയതാണ് ആ ഗ്രൂപ്പ്, പഴയതൊന്നും കാണത്തില്ല. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ എടുക്കാം. അത് പിന്നീട് കാണിച്ചു തരാം. ഇപ്പം നമുക്ക് മലയാളത്തിൻ്റെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. ന്യൂ ചാറ്റ് കൊടുത്തു, മലയാളം ഇവിടെ പേസ്റ്റ് ചെയ്തു. അറ്റാച്ച് ചെയ്ത PDF അടിസ്ഥാനമാക്കി ലളിതവും കുട്ടികൾക്ക് എളുപ്പം മനസ്സിലാകുന്നതുമായ ഒരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുക. അധ്യാപക ശൈലിയിൽ വ്യക്തമായി എഴുതുകയും ക്രമബദ്ധമായ ഘടന പാലിക്കുകയും ചെയ്യുക. കുട്ടികളെ ആകർഷിക്കുന്ന രസകരമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തുക. പ്രിന്റ് ചെയ്യാൻ അനുയോജ്യമായതും കാഴ്ചയ്ക്ക് വൃത്തിയുള്ളതുമായ രൂപത്തിൽ ഒരുക്കുക. ഇത് കൊടുത്ത് പ്രോസസ്സ് ചെയ്താൽ കിട്ടുമോ? കിട്ടും. കിട്ടൂല എന്ന് പറയുന്നില്ല. അതിൻ്റെ കയ്യിൽ ഒരുപാട്, ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ടീച്ചേഴ്സ് ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുന്നത് ഇതിലാണ്. അപ്പോൾ ഇതിൽ ട്രെയിൻഡാണ്. ആര് ട്രെയിൻഡാണ്? ChatGPT ട്രെയിൻഡാണ്. അതിനകത്ത് നമുക്ക് വേണ്ട അറ്റാച്ച്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ തയ്യാറാക്കി തരും. ഞാൻ 2ാം ക്ലാസ്സിൻ്റെ നന്നായി ഉണ്ണാമാണ് എടുത്തു വച്ചേക്കുന്നത്.
ഇത് നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിനകത്തും കൂടെ ആഡ് ചെയ്യാം. ഇതിൽ ചെയ്ത് പഠിക്കുക, പിന്നീട് നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ക്ലാസ്സിലെ കാര്യങ്ങളും കൂടെ ഒന്ന് ചെയ്തു നോക്കണം. ക്ലാസ്സിൻ്റെ 2ാം ക്ലാസ്സിൻ്റെ നന്നായി ഒന്ന്. ഓക്കെ, 2 ടീച്ചിങ് മാനുവലും ഉണ്ടേ, ഗൂഗിൾ ക്ലാസ് റൂമിൽ കിടപ്പുണ്ട്. നോക്കാം ഔട്ട്പുട്ട്. സെൻഡ് പ്രോംപ്റ്റ്. ക്ലാസ് 2 മലയാളം നന്നായി ഉണ്ണാൻ ടീച്ചിങ് മാനുവൽ. പൊതുവായ പഠന ലക്ഷ്യങ്ങൾ, ആവശ്യമായ പഠന സാമഗ്രികൾ, പ്രവേശന പ്രവർത്തനം, സമാപനം. കോപ്പി. ഇതിനകത്ത് ഫയൽ ന്യൂ, പുതിയ ഡോക്യുമെന്റ് എടുക്കാനാണ്. ന്യൂ ഡോക്യുമെന്റ് കൊടുത്തിട്ട് അതിനകത്ത് പേസ്റ്റ് ചെയ്യാം. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക്. 2 മണിക്കൂർ കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഈ പഠിച്ച കാര്യങ്ങളുടെ സാധ്യതകൾ അനന്തമാണ്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയെന്ന് അല്ല, അത് പോട്ടെ. ക്ലാസ് റൂം നമ്മൾ സ്റ്റോറി തയ്യാറാക്കി. ലേൺ ആൻഡ് മൗസിൻ്റെ ഒരു സ്റ്റോറി തയ്യാറാക്കി, അതിനെ ഇമേജ് ആക്കി, ഇമേജിനെ കമ്പൈൻ ചെയ്തു. ഇങ്ങനെ ഒരുപാട് സ്റ്റോറികൾ നമുക്ക് ചെയ്യാൻ പറ്റും. മലയാളമോ ഇംഗ്ലീഷോ തമിഴോ ഏത് ഭാഷയിൽ വേണമെങ്കിലും സ്റ്റോറി നമുക്ക് ഈ AI ഏത് ടൂളായിരുന്നാലും, നമ്മൾ ഒരു ഇന്ന ChatGPT എന്നല്ല പറയുന്നത്, ഏത് ടൂളായിരുന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഏത് ചാറ്റിംഗ് AI സോഫ്റ്റ്വെയറിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇത് തന്നെയാണ് അതിൻ്റെ പ്രൊസീജിയർ. ഇനി രണ്ടാമത് നമ്മൾ ക്ലാസ് നോട്ട്സോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസോ ഒക്കെ നമ്മൾ തയ്യാറാക്കാനായിട്ടുള്ള ഒരു രീതി പഠിച്ചു. അതിനെ ഇമേജ് ടു ടെക്സ്റ്റ് ആക്കി മാറ്റിയിട്ട് നമ്മൾ അത് വായിച്ചൊക്കെ നോക്കി, കറക്ഷനൊക്കെ ഉണ്ടെങ്കിൽ കറക്ഷൻ വരുത്തിയിട്ട് അതിനെ വീണ്ടും എന്താക്കി മാറ്റി മറ്റൊരു മോഡലാക്കി തരാൻ പറഞ്ഞു. അല്ലേ, ലെസൺ എക്സ്പ്ലനേഷൻ മറ്റൊരു മോഡലിലുള്ളതാക്കി തരാൻ പറഞ്ഞു. ഐ വാണ്ട് ഇറ്റ് ടു ഫീൽ ഫ്രഷ് ആയിരിക്കണം, ക്രിയേറ്റീവ് ആയിരിക്കണം, ഡിഫറെൻറ്റ് ഫ്രം ടിപ്പിക്കൽ ടെക്സ്റ്റ് ബുക്ക് എക്സ്പ്ലനേഷൻ ഒക്കെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കൊടുത്തു. അപ്പോൾ അത് മറ്റൊരു തരത്തിലാക്കി തന്നു. ചോദ്യങ്ങളൊക്കെ നമുക്ക് തയ്യാറാക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറെ ഫസ്റ്റ് ടൈമിലെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് വെക്കൂ, അതിൻ്റെ ഫോട്ടോ എടുക്കൂ. എന്നിട്ട് കുട്ടികൾക്ക് അതിൻ്റെ ഒരു 10ഓ 15ഓ മോഡൽ ഉണ്ടാക്കി തരാൻ പറഞ്ഞ് തരും. വളരെ പെട്ടെന്ന് നമുക്ക് ക്വിക്കായിട്ട് ചെയ്ത് അതിനെ പിള്ളേർക്ക് കൊടുക്കാം. പറഞ്ഞപ്പോൾ 4 വരിയേ ഉള്ളൂ, പക്ഷെ സാധ്യതകൾ അനന്തമാണ്. ഇനി റീഡിംഗ് കാർഡിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ നമുക്ക് ഒരുപാട് പ്രയോജനമുള്ള സാധനമാണ്. അതിനെങ്ങനെ തയ്യാറാക്കാം. മാത്സ് വർക്ക്ഷീറ്റ്, മാത്സ് മാത്രമല്ല എല്ലാ സയൻസ് വിഷയങ്ങൾക്കൊക്കെ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് കുട്ടികൾക്ക് നോട്ടുകളും മറ്റുമൊക്കെ തയ്യാറാക്കി കൊടുക്കാം. ക്രിയേറ്റ് അക്കാഡമിക് മാസ്റ്റർ പ്ലാൻ. ഇതിനിടെ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ 4ഉം 5ഉം ദിവസം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ തന്നെ ഒരു ക്ലാസ് സെലക്ട് ചെയ്യും. ഒരു സെക്കൻഡ്, കോള് വന്നു.